ഹായ് ഓൾ. അപ്പോൾ നമ്മളിന്ന് അക്കൗണ്ട്സിൽ വളരെ ബേസിക്കും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റും എന്നാൽ ഈസിയുമായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെബിറ്റിനെയും ക്രെഡിറ്റിനെയും കുറിച്ചാണ്. ഓക്കെ, എൻ്റെ ചാനലിൻ്റെ പേരും ഡെബിറ്റും ക്രെഡിറ്റും എന്നാണ്. ഞാൻ ആ ചാനലിൻ്റെ പേര് ചൂസ് ചെയ്യാൻ കാരണം ദിസ് ഈസ് ദ ബേസിക് ഫോർ അക്കൗണ്ട്. ഈ ഡെബിറ്റും ക്രെഡിറ്റും നിങ്ങൾ നല്ലവണ്ണം പഠിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ ടു എ ലാർജ് എക്സ്റ്റെൻറ്റ് യു ക്യാൻ ബി എ ഡിഫറെൻറ്റ് ലെവൽ അക്കൗണ്ടിങ് സ്റ്റുഡൻറ്റ്. അപ്പോൾ ഈ ഡെബിറ്റും ക്രെഡിറ്റിൻ്റെയും ബേസ് തറോ ആവേണ്ടത് വളരെ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഇമ്പോർട്ടൻ്റ് ആവുന്നത്? ഫസ്റ്റ് ആ ആസ്പെക്ട് ഒന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ലാംഗ്വേജ് പഠിക്കണം. അപ്പോൾ ഒരു ലാംഗ്വേജ് പഠിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? ലാംഗ്വേജിന്റെ ലെറ്റേഴ്സ് പഠിക്കണം. പിന്നെ അതിനെ കമ്പൈൻ ചെയ്ത് ഒരു വേർഡ് ആവുന്നത് പഠിക്കണം. പിന്നെ അതിനെ മാച്ച് ചെയ്ത് സെന്റൻസസ് ആക്കണം, പാരഗ്രാഫ് ആക്കണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് മ്യൂസിക് പഠിക്കണം. മ്യൂസിക് പഠിക്കണമെങ്കിൽ നിങ്ങൾ 7 നോട്ട്സ് പഠിക്കണം. അതേപോലെ തന്നെ ഡാൻസ്, ചില ഡാൻസേഴ്സ് ഉണ്ടാവും. ഡാൻസ് പഠിച്ചാൽ നിങ്ങൾക്ക് മുദ്രകൾ പഠിക്കണം, ചെറിയ ചെറിയ സ്റ്റെപ്സ് വെച്ച് അതിനെ കണക്ട് ചെയ്യണം. അങ്ങനെ ചെറിയ ചെറിയ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കണക്ട് ചെയ്തിട്ടാണ് നിങ്ങൾ വലിയൊരു ആർട്ട് ഫോം നിങ്ങൾ പഠിക്കുന്നത്. അതേപോലെ നിങ്ങൾക്ക് അക്കൗണ്ടിങ് പഠിക്കണം, എസ്പെഷ്യലി ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും അക്കൗണ്ട്സ് നല്ല രീതിയിൽ ഒരു മിസ്റ്റേക്കും ഇല്ലാണ്ട് വരയ്ക്കണമെങ്കിൽ അതിനു വേണ്ടിയുള്ള ബേസിക് ലെറ്റേഴ്സ് അല്ലെങ്കിൽ ബേസിക് നോട്ട്സ് അല്ലെങ്കിൽ ബേസിക് മുദ്രകളാണ് ഈ പറയുന്ന ഡെബിറ്റും. ഈ കോൺസെപ്റ്റ് നിങ്ങൾ ക്ലിയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുള്ള്. ക്ലിയർ? ഒരു മാജിക് പോലെയാണ് ഇത് പഠിപ്പിച്ചു തരാൻ പോകുന്നത്. ഒരു 3 സ്റ്റെപ്പിൽ നമ്മൾ ജേർണൽ എൻട്രീസ് ചെയ്താണ്, അല്ലെങ്കിൽ അതേപോലെ തന്നെ ലെഡ്ജറിൽ ഡെബിറ്റും ക്രെഡിറ്റും ചെയ്യാൻ പഠിക്കാൻ പോകാം. അപ്പൊ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഈ 3 സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് ട്രാൻസാക്ഷൻ തന്നാലും നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഒരു പ്രോബ്ലവും ഇല്ലാതെ അതിന്റെ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് എൻട്രി, അതിന്റെ ജേർണൽ എൻട്രി ആയാലും അല്ലെങ്കിൽ അതിന്റെ ലെഡ്ജർ ആയാലും, ഇനി അതിനെ ട്രയൽ ബാലൻസിൽ പോസ്റ്റ് ചെയ്യുന്നതായാലും, ഇനി അതിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കുന്നതായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോ ഇവിടെ ഞാൻ ഓരോ കോൺസെപ്റ്റും സ്ട്രെസ് ചെയ്ത് ബേസ് ലെവലിലാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ ചില ആൾക്കാർക്ക് ബോറടിക്കാം, ചെറിയ ഡൗട്ടുള്ള ആൾക്കാർക്ക് ബോറടിക്കാം. അപ്പൊ വീഡിയോ എല്ലാ കോൺസെപ്റ്റും ചെക്ക് ചെയ്ത് പറയുന്നതിനെ കൊണ്ട് കുറച്ച് ലെങ്തി ആയിട്ട് ഇറ്റ് ഈസ് ഗോയിങ് ടു ടേക്ക് അറൌണ്ട് 30 to 40 minutes. അപ്പൊ ഇത് ഇങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് പെട്ടെന്ന് പഠിച്ചു പോകണം എന്നുള്ള ആൾക്കാർക്ക് യു ക്യാൻ ഗോ ഫോർ ദ ലാസ്റ്റ് 10 minutes ഓഫ് ദ വീഡിയോ. 10 minutes കണ്ടാലും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. പക്ഷേ നിങ്ങൾക്കത് ബൈ ഹാർട്ട് ചെയ്യാനേ പറ്റും. നിങ്ങളൊരു 40 minutes ഇവിടെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആവുകയാണെങ്കിൽ ഐ ക്യാൻ അഷ്യൂർ യു നിങ്ങൾക്ക് ഒരു മിസ്റ്റേക്കും എന്തിൽ വരാൻ പോകുന്നില്ല. നിങ്ങളുടെ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എൻട്രീസിൽ അല്ലെങ്കിൽ ജേർണൽ എൻട്രീസിൽ നിങ്ങൾക്ക് ഒരു മിസ്റ്റേക്കും വരാൻ പോകുന്നില്ല. എല്ലാ ലോജിക്കും ക്ലിയർ ആക്കിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു 40 minutes. ഓക്കെ, സോ വാട്ട് ഈസ് ഡെബിറ്റ്, വാട്ട് ഈസ് ക്രെഡിറ്റ്? ബേസ് ക്വസ്റ്റ്യൻ ആണ്, എല്ലാ അക്കൗണ്ടിങ് സ്റ്റുഡന്റും ഫേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മുടെ ആൻസർ എങ്ങനെയാണ് വരികയെന്ന് വെച്ചാൽ ഡെബിറ്റ് എന്ന് പറയുന്നത് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്, ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ, ഡെബിറ്റ് ഓൾ ഇൻകം എക്സ്പെൻസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആൻസറാണ്. പക്ഷെ അത് ശരിയാണോ? അതൊരു കോൺസെപ്റ്റുവൽ എറർ അല്ലേ? നമ്മൾ എന്താ പറയുന്നത്? ഡെബിറ്റ് ചെയ്യുന്ന കാര്യമാണ് അതെല്ലാം. ഫോർ എക്സാമ്പിൾ നമ്മളൊരു പോലീസുകാരനോട് നമ്മൾ ചോദിച്ചു വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിച്ചു. അപ്പോൾ പോലീസുകാരൻ പറയാണ് ഐ ആം എ പോലീസ്മാൻ. അത് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണോ? അല്ല, അത് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അല്ല. കാരണം പോലീസ്മാൻ എന്ന് പറയുന്ന അയാൾ ചെയ്യുന്ന ജോലിയാണ്. അതേപോലെ നമ്മൾ ഈ ഡെബിറ്റ് എന്ന് ചോദിക്കുമ്പോൾ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് എന്ന് പറഞ്ഞാൽ അത് ഡെബിറ്റും ക്രെഡിറ്റും ചെയ്യുന്ന ജോലിയാണ്, അതിന്റെ റൂളാണ് അല്ലെങ്കിൽ അതിന്റെ റോളാണെന്ന് പറയും. അപ്പൊ എന്താണ് ഈ കോൺസെപ്റ്റ് ആക്ച്വലി? എല്ലാ കാര്യത്തിനും ഒരു എക്സാക്ട് ഡെഫിനിഷൻ നമുക്ക് പല ടെക്സ്റ്റുകളിലും അവൈലബിൾ അല്ല. ബട്ട് ഞാൻ കുറച്ചൊന്ന് റിസർച്ച് ചെയ്തപ്പോൾ നമുക്ക് എന്താ പറയാ, നമുക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് ബിലീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഡെഫിനിഷൻ കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ഇമ്പോർട്ടൻസ് എക്സാമിനേഷൻ പോയിന്റ് വ്യൂ ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ നമുക്ക് അറിഞ്ഞിരിക്കാം നമുക്ക് എന്താണ് ഇതിന്റെ ഒരു ഇന്റർവ്യൂ പോയിന്റ് ഓഫ് വ്യൂലൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ഓക്കെ, സോ വാട്ട് ഈസ് ഡെബിറ്റ്, വാട്ട് ഈസ് ക്രെഡിറ്റ്? ഫസ്റ്റ് നമുക്ക് ഡെബിറ്റ് നോക്കാം. സോ ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഡെബിറ്റ് ഈസ് ആൻ അക്കൗണ്ടിങ് എൻട്രി. ഇത്ര ഓർമ്മിച്ചൊക്കെ, ഡെബിറ്റ് എന്താണ്? ഡെബിറ്റ് ഒരു അക്കൗണ്ടിങ് എൻട്രി ആണ്. Debit is an accounting entry that either results in increase in assets, expense, losses, draws, drawings and decrease in liability, capital and revenue. ഇതാണ്
അതിന്റെ ഡെഫിനിഷൻ നിങ്ങൾക്ക് ഇപ്പൊ കറക്റ്റ് ആയിട്ട് മനസ്സിലായി എന്ന് വരില്ല, ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ വീഡിയോ നിങ്ങൾക്ക് ഈ ഡെഫിനിഷൻ കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഡെബിറ്റ് എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ടിങ് എൻട്രി ആണ്. ഈ അക്കൗണ്ടിങ് എൻട്രി എന്ത് ചെയ്യും? അസറ്റും എക്സ്പെൻസും ലോസസും ഡ്രോയിങ്സിനെയും ഇൻക്രീസ് ചെയ്യും, ലയബിലിറ്റിയും ക്യാപിറ്റലും റവന്യൂവിനെ ഡിക്രീസ് ചെയ്യും. സോ ദിസ് ഈസ് വാട്ട് ഈസ് ഡെബിറ്റ്. ഇതേപോലെ തന്നെ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത് എന്ന് പറയുന്നത്? ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ക്രെഡിറ്റും ഒരു അക്കൗണ്ടിങ് എൻട്രി ആണ്, പക്ഷെ അതെന്ത് ചെയ്യും? ഇറ്റ് റിസൾട്ട്സ് ഇൻ ഡിക്രീസ് ഇൻ അസറ്റ്, എക്സ്പെൻസ്, ലോസസ് ആൻഡ് ഡ്രോയിങ്സ് ആൻഡ് ഇൻക്രീസ് ഇൻ ലയബിലിറ്റി, ക്യാപിറ്റൽ ആൻഡ് റവന്യൂ. ഈ ഡെഫിനിഷൻ ഇപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ലെങ്കിൽ, ബട്ട് ഞാൻ പറഞ്ഞ ഈ വീഡിയോന്റെ എൻഡ് ആകുമ്പോഴേക്ക് നിങ്ങൾ ഈ ഡെഫിനിഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കി. ഓക്കെ, ഇനി നമുക്ക് ഡെബിറ്റിനെ കുറിച്ചും ക്രെഡിറ്റിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കാം. അത് ഇമ്പോർട്ടന്റ് ആണ്. ഡെഫിനിഷൻ നമ്മളോട് ചോദിക്കാറില്ല, പക്ഷെ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഈ ഡെബിറ്റ് എന്ന് പറയുന്ന സാധനം നമുക്കറിയാം, നമ്മളൊരു ടി ഫോർമാറ്റ് അക്കൗണ്ടിലാണ് നമ്മളെ മോസ്റ്റ് ഓഫ് ദ അക്കൗണ്ട്സ് വയ്ക്കുക. അപ്പൊ ഡെബിറ്റ് എവിടെയാണ് വരിക? ഏത് സൈഡിലാണ് ഡെബിറ്റ് വരിക? നമ്മളൊരു ടി ഫോർമാറ്റ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ഡെബിറ്റ് വരിക ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ്. നമ്മുടെ എന്ത് വരിക? ഡെബിറ്റ് വരിക. ഓക്കെ, ആലോചിച്ച് വെക്കുക, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് ഡെബിറ്റ് വരിക. അതേപോലെ തന്നെ ക്രെഡിറ്റ് റൈറ്റ് ഹാൻഡ് സൈഡ്. ഇങ്ങനെ ഒരു ടി ഫോർമാറ്റ് അക്കൗണ്ട് വരച്ചാല് ഡെബിറ്റ് ഐറ്റംസ് ഇവിടെയും ക്രെഡിറ്റ് ഐറ്റംസ് ഇവിടെയാണ് വരിക. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടി ജനറൽ ആയിട്ട് ഡെബിറ്റിനെയും ക്രെഡിറ്റിനെയും കുറിച്ച് അറിയാനുള്ളത്, ഡെബിറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക DR, ക്യാപിറ്റൽ D സ്മോൾ ലെറ്റർ R എന്നാണ്. ഡോക്ടർ അല്ല, ഇറ്റ് ഈസ് ഡെബിറ്റ്. ഇപ്പൊ ബേസ് ലെവലിൽ +1 സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇതാണ് ഡെബിറ്റ് നമ്മൾ ഡിനോട്ട് ചെയ്യുക എങ്ങനെയാണ്. അതേപോലെ ക്രെഡിറ്റിനെ ഡിനോട്ട് ചെയ്യുക CR ആണ്. അപ്പൊ നമ്മള് എന്താണ് ഡെബിറ്റ്, അതിനെ ഒരു അക്കൗണ്ടിൽ എവിടെ പ്ലേസ് ചെയ്യും, അതിനെങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നതെന്നൊക്കെ പഠിച്ചു. ഇനി നമ്മൾ അതിന്റെ എക്സാക്ട് ആയിട്ടുള്ള റൂൾസ്, അതിനെങ്ങനെയാണ് ഒരു ഐറ്റത്തിന് നമ്മൾ ഡെബിറ്റും ക്രെഡിറ്റും ചെയ്യുക എന്നുള്ളത് പഠിക്കാൻ പോകും. ഇവിടെ ഞാൻ നിങ്ങൾക്ക് 3 ട്രിക്സ് ആണ് പറഞ്ഞുതരാൻ പോകുന്നത്. 3 സ്റ്റെപ്സ്. 3 സ്റ്റെപ്സിൽ ഏത് ട്രാൻസാക്ഷനും നിങ്ങൾക്ക് എന്താക്കി മാറ്റാൻ പറ്റും? ഒരു ജേർണൽ എൻട്രിയോ അല്ലെങ്കിൽ ഒരു ലെജറിലേക്ക് പോസ്റ്റ് ചെയ്യാനോ പറ്റും. ഈ 3 സ്റ്റെപ്സ് നിങ്ങൾ ചെയ്യണം. അപ്പൊ ഈ 3 ട്രിക്ക് നിങ്ങൾ എപ്പോഴും ഓർത്ത്. അപ്പൊ ഫസ്റ്റ് ട്രിക്ക് എന്താന്ന് വെച്ചാല്, ഐഡന്റിഫൈ ആൻഡ് ക്ലാസിഫൈ ദ ഐറ്റംസ് ഇൻ ദ ട്രാൻസാക്ഷൻ ഇൻ ടു ദീസ് 5 ഹെഡ്സ്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ട്രാൻസാക്ഷനിലുള്ള ഐറ്റത്തിനെ ഈ 5 ഹെഡ്സിലേക്ക് കൊണ്ടുവരിക. ഈ 5 ഹെഡിലേക്ക് കാറ്റഗറൈസ് ചെയ്യാം. നമുക്കറിയാം, ഒരു ജേർണലിൽ ചിലപ്പോൾ നമുക്കൊരു 30 അല്ലെങ്കിൽ 20 ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ 40 ട്രാൻസാക്ഷൻ തന്നിട്ടുണ്ട്. ഏത് ട്രാൻസാക്ഷൻ ആയാലും ആ ട്രാൻസാക്ഷനെ വായിച്ചുകൊണ്ട് അത് അസറ്റിനെ റിലേറ്റ് ചെയ്യുന്നതാണോ, ലയബിലിറ്റിനെ റിലേറ്റ് ചെയ്യുന്നതാണോ, ക്യാപിറ്റലിനെ റിലേറ്റ് ചെയ്യുന്നതാണോ, എക്സ്പെൻസിനെ റിലേറ്റ് ചെയ്യുന്നതാണോ, റവന്യൂവിനെ റിലേറ്റ് ചെയ്യുന്നതാണോ നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പൊ നിങ്ങൾ ഈ ഐറ്റംസ് എന്താന്നുള്ളത്, ഈ 5 ഐറ്റംസ് നിങ്ങൾ ബേസിക് ടേംസ് പഠിക്കുമ്പോൾ നിങ്ങൾ പഠിച്ചതായിരിക്കും. ഇനി അറിയില്ലെങ്കിൽ ബേസിക് ടേംസിന്റെ വീഡിയോസ് ഫ്യൂച്ചറിൽ വരും, അപ്പൊ നിങ്ങൾക്കത് നോക്കാം. ഇപ്പോ ഈ 5 എണ്ണം എന്താന്നുള്ളത്, ഈ അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, എക്സ്പെൻസ് ആൻഡ് റവന്യൂ എന്താന്നുള്ളത് ഞാനിപ്പോ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യും. ഫസ്റ്റ് നമ്മള് അസറ്റ് ആണ്. അപ്പൊ അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ബിസിനസിന്റെ കൈമേല് വാല്യൂ ഉള്ള എന്തെങ്കിലും സാധനം നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞോ, അതെല്ലാം അസറ്റ് ആണ്. അതൊരു മുട്ടുസൂചി ആവാം, ബിസിനസിന്റെ കൈമേലുള്ള വലിയ മെഷീൻ ആവാം, ബിസിനസിന്റെ കയ്യിലുള്ള 1 രൂപയാവാം, ബിസിനസിന്റെ ബാങ്കിലുള്ള 10 ലക്ഷം അല്ലെങ്കിൽ 10 കോടി രൂപയാവാം. ഇതെല്ലാം ബിസിനസിന്റെ, എന്തെല്ലാം ബിസിനസ് ഓൺ ചെയ്യുന്നോ അതെല്ലാം ബിസിനസിന്റെ അസറ്റ് ആണ്. ഇനി എന്തെല്ലാം ടൈപ്സിൽ വരാം ഈ അസറ്റ്സ് ഒരിക്കലും നമുക്ക് ക്വസ്റ്റ്യനിൽ അസറ്റ് ഡയറക്റ്റ് ആയിട്ട് തരില്ല. പല പേരിലാണ് നമുക്ക് അസറ്റ് തരിക. അപ്പൊ അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ അത് എന്തൊക്കെ ടൈപ്സിൽ വരുമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ലാൻഡ് ആണ്. ലാൻഡ് എന്ന് പറയുന്ന അസറ്റ് ആണ്. കാരണം ലാൻഡ് വാല്യൂ ഉള്ള ഒരു സാധനമാണ്. ഇപ്പൊ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ലാൻഡ് വേണ്ടി വരും. ആ ലാൻഡ് നമുക്ക് അസറ്റ് ആണ്. അതേപോലെ തന്നെ ലാൻഡിന്റെ മുകളിൽ നമ്മൾ ബിസിനസിന് വേണ്ടി ഫാക്ടറി അല്ലെങ്കിൽ ബിൽഡിംഗ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനും ഒരു വാല്യൂ ഉണ്ട്, അല്ലെ? ബിൽഡിങ്ങിന് ഒരു വാല്യൂ ഉണ്ട്. നമുക്ക് വിൽക്കുമ്പോൾ അതിന് പൈസ കിട്ടും, അല്ലെങ്കിൽ അത് ഉണ്ടാക്കാൻ നമുക്ക് ഒരു ചെലവുണ്ട്, അതിനൊരു മൂല്യമുണ്ട്, അതും അസറ്റ് ആണ്. അടുത്തത് നമ്മുടെ ബിൽഡിങ്ങിന്റെ അകത്ത് നമ്മൾ ഫർണിച്ചർ വാങ്ങിക്കും, നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്ന സാധനമാണ്, അതിനും എന്തിന്റെ വാല്യൂ ഉണ്ട്. അതേപോലെ തന്നെ മെഷീൻസ്, വെഹിക്കിൾസ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ ഫാക്ടറിന്റെ അകത്ത് നമുക്ക് മെഷീൻസ് വേണ്ടി വരും, അതിനും എന്തിന്റെ വാല്യൂ ഉണ്ട്. അപ്പൊ അതും അസറ്റ് ആണ്. പിന്നെയാണ് ക്യാഷ് ഇൻ ഹാൻഡ്. നമ്മുടെ ബിസിനസിന്റെ കയ്യിൽ ചിലപ്പോൾ ക്യാഷ് ഉണ്ടാവും, നമ്മളെ സേഫിൽ അല്ലെങ്കിൽ നമ്മുടെ ലോക്കേഴ്സിൽ ചിലപ്പോൾ ക്യാഷ് ഉണ്ടാവും. ഇതാണ് ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറയുന്നത്. നമ്മൾ ആവശ്യത്തിന് വേണ്ടി നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ക്യാഷും എന്താണ്? അസറ്റ് ആണ്. അടുത്താണ് ക്യാഷ് നമ്മൾ കയ്യിൽ മാത്രമല്ല, കൂടുതൽ ക്യാഷ് നമ്മൾ എവിടെ വെക്കും? ബാങ്കിൽ വെക്കും. നമ്മുടെ ബാങ്ക് ബാലൻസും എന്താണ്? അസറ്റ് ആണ്. ബിൽസ് റിസീവബിൾ എന്ന് പറഞ്ഞാല് സെയിൽസ്, അതായത് കച്ചവടം 2 രീതിയിൽ നടക്കാം. ഒന്ന് ക്യാഷ് സെയിൽസ് നടക്കാം. ക്യാഷ് സെയിൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധനം വിൽക്കുന്നു, അപ്പൊ തന്നെ നമുക്ക് എന്ത് കിട്ടുന്നു? പൈസ കിട്ടുന്നു. എല്ലാ ടൈമിലും അങ്ങനെ നടക്കില്ല. ചിലപ്പോൾ എന്ത് വരും?
ചിലപ്പോൾ നമ്മള് പ്രൊഡക്ട്സ് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് അപ്പൊ തന്നെ ക്യാഷ് കിട്ടില്ല. നമുക്ക് ചിലപ്പോൾ 1 or 2 months കഴിഞ്ഞിട്ടാണ് ക്യാഷ് കിട്ടുക. അപ്പൊ ഈ ഗുഡ് വാങ്ങുന്ന ആള് നമുക്ക് എന്ത് തരും? ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് തരും വിശ്വാസത്തിന് വേണ്ടി. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബിൽസ് റിസീവബിൾ എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ അടുത്തതാണ് നമ്മുടെ സ്റ്റോക്ക്. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത എല്ലാ സാധനങ്ങളും നമ്മൾ അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം തന്നെ വിറ്റ് തീർക്കണമെന്നില്ല. കുറച്ച് സാധനം നമ്മൾ എന്ത് ഗോഡൌണിൽ കിടക്കുന്നുണ്ടാവും. അതിനാണ് നമ്മൾ സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇതിൽ തന്നെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? ഇൻവെന്ററി എന്നും പറയുന്നത്. അടുത്തതാണ് ഡെപ്റ്റേഴ്സ്. നമ്മൾ ചിലപ്പോൾ ചില ആൾക്കാർക്ക് പൈസ കടം കൊടുത്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഗുഡ്സ് എന്തെങ്കിലും കടം കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ ആ കടം നമുക്ക് തരാനുള്ള ആളാണ് ആരെന്ന് പറയുന്നത്? ഡെപ്റ്റർ. അത് നമുക്ക് വാല്യൂ ഉണ്ട്, കാരണം ആ പൈസ നമുക്ക് കിട്ടാനുള്ളതാണ്. അതിന് നമ്മൾ ഡെപ്റ്റർ എന്ന് പറയും. 80-90% നിങ്ങൾക്ക് അസറ്റ് എന്ന് പറയുമ്പോൾ ട്രാൻസാക്ഷനിൽ ഇത്രയും കാര്യങ്ങളെ വരുള്ളൂ. ഇതിൽ കൂടുതലായിട്ടൊന്നുമില്ല. 90% ഉള്ള കാര്യങ്ങൾ ഇതേ ഉള്ളൂ. ഇനി ഇത് ഏത് വന്നാലും അതെന്താണ്? അസറ്റാണ്. അത് അസറ്റിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ ഏത് സാധനം വന്നാലും അത് അസറ്റ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. കാരണം ഇത് മനസ്സിലാക്കിയാലേ നമുക്ക് മുമ്പോട്ട് ചെയ്യാൻ വേണ്ടി പറ്റൂ. അപ്പൊ അസറ്റ് ഇത്രയാണ്. അസറ്റ് ഇത്രയും ആയാൽ നമുക്ക് ഇനി അടുത്ത് നോക്കേണ്ടത് ലയബിലിറ്റീസ് എന്നാണ്. അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ വാല്യൂ ഉള്ള സാധനം. ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാല് നമ്മള് ആൾക്കാർക്ക് കൊടുക്കാനുള്ള ക്ലെയിംസ് ആണ്, അല്ലെങ്കിൽ ഒബ്ലിഗേഷൻസിനാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? ലയബിലിറ്റി. നമ്മളൊരു ബിസിനസ് നടത്തുമ്പോൾ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ബിസിനസ് എന്ത് ചെയ്യും? മറ്റുള്ള ആൾക്കാർക്ക് കടം വാങ്ങിയ പൈസ തിരിച്ചു കൊടുക്കാണ്. നമ്മൾ പൈസ കടം വാങ്ങിയിട്ടോ, ചിലപ്പോൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടാവും. ചിലപ്പോൾ നേരത്തെ നമ്മൾ സാധനം കടത്തിന് വിൽക്കുന്നത് പറഞ്ഞു, നമ്മൾ ചിലപ്പോൾ സാധനത്തിന് കടം വാങ്ങിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് പൈസ കടങ്ങൾ നമ്മൾ വേറെ ആരെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാവും. അങ്ങനെ ബിസിനസ് പുറത്തുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയ പൈസ അല്ലെങ്കിൽ മറ്റുള്ള ഒബ്ലിഗേഷൻസിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. ലയബിലിറ്റീസ് നിങ്ങൾക്ക് ട്രാൻസാക്ഷൻസിൽ ഏതൊക്കെ രീതിയിൽ വരാന്ന് പറഞ്ഞാല് ക്രെഡിറ്റർ. ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ കൊടുക്കാനുള്ള ആളാണ്. അത് ചിലപ്പോൾ ബാങ്ക് ആവാം, അല്ലെങ്കിൽ അത് ചിലപ്പോൾ മറ്റേതെങ്കിലും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആവാം, അത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പനികളാവാം. ഓക്കെ. അടുത്തത് ബിൽസ് പേയബിൾ. നമ്മൾ നേരത്തെ ബിൽസ് റിസീവബിൾ പറഞ്ഞിരുന്നു അല്ലെ? ബിൽസ് റിസീവബിൾ എന്ന് പറഞ്ഞാല് നമ്മൾ കടത്തിന് സാധനം വിറ്റാൽ ആ സാധനം വാങ്ങുന്ന ആള് നമ്മളെ നമുക്കൊരു എവിഡൻസ് ആയിട്ട് തരുന്ന സാധനമാണ് ബിൽസ് റിസീവബിൾ. ബിൽസ് പേയബിൾ എന്ന് പറഞ്ഞാല് നമ്മൾ കടത്തിന് സാധനം വാങ്ങിച്ചാൽ നമ്മൾ കൊടുക്കുന്ന സാധനമാണ് എന്ത്? ബിൽസ് പേയബിൾ. അടുത്തത് ഓവർ ഡ്രാഫ്റ്റ്. ഓവർ ഡ്രാഫ്റ്റ്സ് എന്ന് പറഞ്ഞാൽ ബാങ്ക് തരുന്ന ഒരു ഫെസിലിറ്റി ആണ്. ബാങ്ക് എന്ത് ചെയ്യുന്ന വെച്ചാല് സ്ഥിരമായിട്ട് ട്രാൻസാക്ഷൻ നടത്തുന്ന ബിസിനസ്മാൻ, അതായത് കറണ്ട് അക്കൗണ്ട് ഹോൾഡ് ചെയ്യുന്ന ബിസിനസ്മാനുകാർക്ക് അവരുടെ അക്കൗണ്ടിൽ എത്ര ക്യാഷ് ആണോ ഉള്ളത് അതിൽ കൂടുതൽ പൈസ വിഡ്രോ ചെയ്യാനുള്ള അധികാരം കൊടുക്കും, അല്ലെങ്കിൽ കൂടുതൽ പൈസ വിഡ്രോ ചെയ്യാൻ വേണ്ടി അനുവദിക്കും. അങ്ങനെ കൂടുതലായിട്ട് വിഡ്രോ ചെയ്യുന്ന പൈസയാണ് എന്ത്? ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഇത്രയാണ് പ്രധാനമായിട്ടും ലയബിലിറ്റീസിന്റെ. ഈ 3 കാര്യം നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ കണ്ടാലും നിങ്ങൾക്ക് എന്ത് ഓർമ്മ വരണം? അത് ലയബിലിറ്റി ആണ് ഓർമ്മ വരണം. ഇനി നോക്കുക, ക്രെഡിറ്റർ. ചിലപ്പോൾ ക്രെഡിറ്റർ എന്ന് തന്നെ പറഞ്ഞു തരില്ല. ചിലപ്പോൾ നമുക്ക് എങ്ങനെയാ തരാന്ന് വെച്ചാല് ഗുഡ്സ് പർച്ചേസ്ഡ് അല്ലെങ്കിൽ ഗുഡ്സ് പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ് എന്നൊക്കെ പറഞ്ഞു തരും. അങ്ങനെ തരുമ്പോൾ നമ്മൾ അവിടെ ക്രെഡിറ്റർ ആണ് എടുക്കേണ്ടത്. അപ്പൊ ക്രെഡിറ്റർ എടുക്കുമ്പോൾ ക്രെഡിറ്ററുടെ പേര് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ആ പേരാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ. ആൻഡ് അടുത്തതാണ് ക്യാപിറ്റൽ. ക്യാപിറ്റലും ഒരു ലയബിലിറ്റി നേച്ചറുള്ള ഐറ്റം ആണ്. ക്യാപിറ്റൽ ഈസ് ദ എമൗണ്ട് ഓഫ് മണി ഇൻവെസ്റ്റഡ് ബൈ ദ ബിസിനസ് മാൻ ഇൻ ദ. അപ്പൊ ബിസിനസ്സുകാരൻ ബിസിനസ്സിൽ എത്ര പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നു അതിനെയാണ് നമ്മൾ എന്ത് എന്ന് വിളിക്കുന്നത്? ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ. ഈ ബിസിനസ്സുകാരനും ബിസിനസ്സും രണ്ടും രണ്ടാണ്. ഞാൻ അടുത്ത കോൺസെപ്റ്റിൽ നിങ്ങൾക്ക് പറഞ്ഞു. ഇപ്പോൾ ബിസിനസ്സുകാരൻ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയാണ് ക്യാപിറ്റൽ. ആ പൈസ തിരിച്ചു കൊടുക്കാനുള്ള ബാധ്യസ്ഥത ആർക്കുണ്ട്? ബിസിനസ്സുകാരനോട് ഉണ്ട്. അങ്ങനെ ലയബിലിറ്റി ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യാപിറ്റലിനെ നമ്മൾ ലയബിലിറ്റി ഓഫ് ദ ബിസിനസ് ടു ദ ബിസിനസ് ഓണർ എന്ന് പറയുന്നത്. അപ്പൊ മറ്റുള്ള ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒബ്ലിഗേഷൻ ടു ഔട്ട്സൈഡേഴ്സ് ആണ്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒബ്ലിഗേഷൻ ടു ദ ബിസിനസ് ഓണർ ആണ്. അപ്പൊ ഇത്രയും മനസ്സിലാക്കാം. ബാക്കി കോൺസെപ്റ്റ് നമ്മൾ അടുത്ത സ്ലൈഡിൽ ഡിസൈഡ് ചെയ്യും ഈ ക്യാപിറ്റലിനെ കുറിച്ചുള്ള. അടുത്തതാണ് എക്സ്പെൻസസ്. എക്സ്പെൻസസ് എന്ന് പറഞ്ഞാല് നമുക്ക് നമ്മുടെ പ്രൊഡക്ട്സ് വിൽക്കാൻ വേണ്ടി, പ്രൊഡക്ട്സ് വിറ്റ് അതിൽ നിന്ന് റവന്യൂ അല്ലെങ്കിൽ സെയിൽ നടത്തി അതിൽ നിന്ന് റവന്യൂ എടുക്കാൻ വേണ്ടി എന്തെല്ലാം ക്യാഷ് അല്ലെങ്കിൽ എന്തെല്ലാം കോസ്റ്റ് ഇൻകർ ആവുന്നുണ്ടോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എക്സ്പെൻസസ് എന്ന് പറയും. അത് പല രീതിയിലാവാം. ചെലവാണ്. നിങ്ങൾക്ക് ചെലവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ? എന്തെല്ലാം രീതിയിൽ ചെലവ് വരുമോ അതെല്ലാം എന്താണ്? എക്സ്പെൻസ് ആണ്.
അപ്പൊ ഈ അസറ്റ്സിനല്ലാണ്ട് വേറെ നിങ്ങൾക്ക് ഒരു എൻട്രി വാങ്ങിച്ചിട്ട് ഈ അസറ്റ്സിന് പറഞ്ഞ കാര്യങ്ങളല്ലാണ്ട് വേറൊരു എൻട്രി വായിച്ചിട്ട് അത് ചെലവാന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതെല്ലാം എന്താണ്, എക്സ്പെൻസ് ആണ്. അപ്പൊ ഏതൊക്കെയാവാം എക്സ്പെൻസ്? ചിലപ്പോൾ റെന്റ് കൊടുത്തതാവാം, സാലറി കൊടുത്തതാവാം എംപ്ലോയീസിന്, അല്ലെങ്കിൽ പർച്ചേസസ് ആവാം, സ്റ്റേഷനറി പർച്ചേസസ് ആവാം, ഇലക്ട്രിസിറ്റി ബില്ല് ആവാം, വാട്ടർ ബില്ല് ആവാം, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യനില്. അപ്പൊ ഇതെന്താണ്, എക്സ്പെൻസ്. ആൻഡ് ലാസ്റ്റ് വൺ ആണ് റവന്യൂ, ദ എമൗണ്ട് ഏൺഡ് ബൈ ദ ബിസിനസ് ബൈ സെല്ലിംഗ് ദീസ് പ്രൊഡക്റ്റ്. അതായത് ഒരു ബിസിനസ് അവരുടെ പ്രൊഡക്റ്റ് വിറ്റിട്ട് അവർക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് സെയിൽ നടത്തിയിട്ട് അവർക്ക് കിട്ടുന്ന പൈസയാണ്, അല്ലെങ്കിൽ എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റവന്യൂ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, റവന്യൂവും പ്രോഫിറ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. റവന്യൂ എന്ന് പറഞ്ഞാൽ സാധനം വിറ്റ് നമുക്ക് കിട്ടുന്ന പൈസയാണ്, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ടോട്ടൽ എമൗണ്ട് ആണ് റവന്യൂ. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ സെയിം അല്ല. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഭാഗം നമ്മുടെ ലാഭം ആണ്, അതിനെയാണ് നമ്മൾ പ്രോഫിറ്റ് എന്ന് വിളിക്കുന്നത്. ഗെയിൻ എന്ന് പറഞ്ഞാലും വ്യത്യാസമുണ്ട്. ഗെയിൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ഫിക്സ്ഡ് അസറ്റ് വിറ്റിട്ട് നമുക്ക് കിട്ടുന്ന പൈസയാണ് ഗെയിൻ. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് വിറ്റിട്ട് നമുക്ക് കിട്ടുന്ന പൈസയാണ് റവന്യൂ. പക്ഷെ നമ്മുടെ ഫിക്സ്ഡ് അസറ്റ്സ് ഒക്കെ വിറ്റിട്ട് നമുക്ക് എന്തെങ്കിലും ലാഭം കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് എന്ത് എന്ന് പറയുന്നത്, ഗെയിൻ എന്ന് പറയുന്നത്. അപ്പൊ റവന്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ട്സ് സെയിൽ ഔട്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ക്യാഷിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, റവന്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുക, ഈ ഇത്രയും കാര്യങ്ങൾ 80 to 90% ഓഫ് യുവർ ക്വസ്റ്റ്യൻസ് +1 അല്ലെങ്കിൽ ഡിഗ്രി ഫസ്റ്റ് ഇയർ ലെവലില് നിങ്ങൾക്ക് ഡെബിറ്റും ക്രെഡിറ്റും ചെയ്യാൻ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ 80 to 90% ഇതിൽ കൂടുതൽ നിങ്ങളോടൊന്നും ചോദിക്കില്ല. ഈ പറഞ്ഞിരിക്കുന്ന സാധനങ്ങളൊക്കെ തന്നെ ആയിരിക്കും. നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ പഠിക്കേണ്ടതെന്ന് വെച്ചാല്, ഒരു ഐറ്റം, ഒരു ട്രാൻസാക്ഷൻ വരുന്നത് ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും, പർച്ചേസ്ഡ് മെഷീനറി ഫോർ ₹10 lakh, ഇതായിരിക്കും ഇങ്ങനെ വരുമ്പോ അവിടെ ആ ട്രാൻസാക്ഷനിൽ മെഷീൻ ഒരു അസറ്റ് ആണ് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് നിങ്ങൾ ആദ്യം പഠിക്കുന്നത്. ക്ലിയർ? അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോകും. അപ്പൊ ഇത്രയും സാധനങ്ങളെ മോസ്റ്റ് ഓഫ് ദ കേസസ് വരുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരു 15%, 10% അഡീഷണൽ എൻട്രീസ് ആണ്. അത് ബൈ ദ വൈ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്ത് വരുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പഠിച്ചു. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് തരുന്ന ട്രാൻസാക്ഷൻ അത് അസറ്റ് ആണോ, ലയബിലിറ്റി ആണോ, ക്യാപിറ്റൽ ആണോ, എക്സ്പെൻസ് ആണോ, അതോ റവന്യൂ ആണോ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ടാണ് സെക്കൻഡ് സ്റ്റെപ്പ്. നിങ്ങൾ പേപ്പറിൽ ചെയ്യേണ്ട സ്റ്റെപ്പ് ഒന്നുമില്ല, പക്ഷെ നിങ്ങളുടെ മൈൻഡിൽ വർക്ക് ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങൾ 2 അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് ഒരിക്കലും മറക്കരുത്. ഈ 2 കോൺസെപ്റ്റും ഇമ്പോർട്ടന്റ് ആണ്. ഈ കോൺസെപ്റ്റ് എന്താ വെച്ചാൽ, ഫസ്റ്റ് കോൺസെപ്റ്റ് ആണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് അല്ലെങ്കിൽ സെപ്പറേറ്റ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. ഈ കോൺസെപ്റ്റ് പറയുന്നത് എന്താന്ന് വെച്ചാല്, അക്കൗണ്ടിങ് പർപ്പസിന് വേണ്ടിയിട്ട് ബിസിനസ്സും ബിസിനസ് ഓണറും രണ്ടും രണ്ടാണ്. ബിസിനസ്സും ബിസിനസ് ഓണറും രണ്ടും രണ്ടാണ്. അതായത് ബിസിനസിന്റെ അക്കൗണ്ടിൽ ബിസിനസിന്റെ ട്രാൻസാക്ഷൻ മാത്രമേ വരൂ. ഓക്കെ, ബിസിനസിന്റെ ഓണറിന്റെ പേഴ്സണൽ ട്രാൻസാക്ഷൻ ഒന്നും ഇവിടെ വരില്ല, ബിസിനസിന്റെ അക്കൗണ്ടിൽ വരില്ല. ചിലപ്പോൾ നിങ്ങൾ ജേർണൽ എഴുതുമ്പോൾ ചിലപ്പോൾ പറയും പർച്ചേസ്ഡ് എ റെഫ്രിജറേറ്റർ ടു ഹോം, അത് ബിസിനസ് ഓണറിന്റെ എക്സ്പെൻസ്, അത് ഇവിടെ വരില്ല. അപ്പോ അക്കൗണ്ടിങ് പർപ്പസിന് വേണ്ടിയിട്ട് ബിസിനസ്സും ബിസിനസ് ഓണറും എന്താണ്, സെപ്പറേറ്റ് പേഴ്സൺസ് ആണ്. അവരെ സെപ്പറേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഇതിനെ കൊണ്ടാണ് നമ്മൾ ബിസിനസ് ഓണർ ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ നമ്മൾ അതിന് എൻട്രി ചെയ്യുന്നത്. ഓക്കെ, അടുത്തതാണ് ബിസിനസിന്റെ ബുക്സ് നമ്മൾ ആരുടെ കണ്ണുകളിലൂടെയാണ് അല്ലെങ്കിൽ ആരുടെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് എഴുതുന്നത്, ബിസിനസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ്. ബിസിനസ് ഒരു സെപ്പറേറ്റ് പേഴ്സൺ ആണെന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു പേഴ്സന്റെ, ആ ബിസിനസ് എന്ന് പറയുന്ന പേഴ്സന്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബിസിനസിന്റെ റെക്കോർഡ്സ് അല്ലെങ്കിൽ ബിസിനസിന്റെ അക്കൗണ്ട്സ് നമ്മൾ എഴുതും. ബിസിനസിന്റെ കണ്ണുകളിലൂടെയാണ്, ബിസിനസ് ഓണറിന്റെ കണ്ണുകളിലൂടെ എല്ലാ പോയിന്റ് ഓഫ് വ്യൂവില് എല്ലാം. അടുത്ത നിങ്ങൾക്കൊന്നും മനസ്സിലാകുന്ന ഒരു ഓക്കെ. അപ്പൊ ഇദ്ദേഹത്തിനെ നമുക്കറിയാം അല്ലെ, നമുക്ക് എല്ലാവർക്കും അറിയാം, ജോയ് താക്കോൽക്കാരനാണ്. അപ്പോൾ ഇദ്ദേഹത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇദ്ദേഹത്തിന്റെ സ്വന്തം ബിസിനസ്സും ഉണ്ട്, പുണ്യാളൻ പ്രൈവറ്റ് ലിമിറ്റഡ്. അപ്പൊ നമ്മൾ ഈ കോൺസെപ്റ്റ് ഇവിടെ അപ്ലൈ ചെയ്യും. ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാല്, നമ്മള് ഈ ബിസിനസ് ഓണറും ബിസിനസ് എൻറ്റിറ്റിയും രണ്ടും എന്തല്ല, സെപ്പറേറ്റ് എൻറ്റിറ്റി കോൺസെപ്റ്റ് അനുസരിച്ച് രണ്ടും ഒന്നല്ല, രണ്ടും സെപ്പറേറ്റ് ആണ്. ബിസിനസ് ഓണറിന് വേറെ എക്സിസ്റ്റൻസും ബിസിനസിന് വേറെ എക്സിസ്റ്റൻസുമാണ്. ഓക്കെ, അപ്പൊ ബിസിനസ് ഓണറിന്റെ പേഴ്സണൽ എക്സ്പെൻസസ് ഒന്നും എവിടെ ആരെ അക്കൗണ്ട് ചെയ്തില്ല, ബിസിനസിന്റെ അക്കൗണ്ട് ചെയ്തില്ല. അതായത് നമ്മുടെ ജോയ് താക്കോൽക്കാരൻ ഒരു ബൈക്ക് വാങ്ങി, അത് നമ്മൾ ആരെ അക്കൗണ്ട് ചെയ്തില്ല, ബിസിനസിന്റെ അക്കൗണ്ട് ചെയ്തില്ല. ബിസിനസിന്റെ ട്രാൻസാക്ഷൻസ് മാത്രമേ ബിസിനസിന്റെ അക്കൗണ്ട് ചെയ്തുള്ളൂ.
ഫോർ അക്കൗണ്ടിങ് പേർപ്പസ് ബിസിനസ് ഈസ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ. ബിസിനസ് എന്താണ്? ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. ഒരു നാച്ചുറൽ പേഴ്സന്റെ എല്ലാ ലീഗൽ റൈറ്റ്സും ഉള്ള ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് ബിസിനസ് എന്ന് പറയുന്നത്. ഇതുകൊണ്ടാണ് ബിസിനസ്സിലേക്ക് ഓണർ പൈസ കൊണ്ടുവരുമ്പോൾ നമ്മൾ അതിന് എന്ത് ചെയ്യുന്നത്? എൻട്രി ചെയ്യുന്നത്. എന്ത്? ക്യാപിറ്റൽ എൻട്രി ചെയ്യുന്നത്. ഈ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാല് ബിസിനസ് എന്ന് പറഞ്ഞ ആർട്ടിഫിഷ്യൽ പേഴ്സണ് ബിസിനസ് ഓണർ എന്ന് പറഞ്ഞ പേഴ്സൺ കൊടുക്കുന്ന ക്യാഷ് ആണ്. ഈ ക്യാഷ് തിരിച്ചു കൊടുക്കാനുള്ള ബാധ്യസ്ഥത, തിരിച്ചു കൊടുക്കാനുള്ള ഒബ്ലിഗേഷൻ ആർക്കുണ്ട്, അല്ലെങ്കിൽ ലയബിലിറ്റി ആർക്കുണ്ട്? ബിസിനസ്സിന് ഉണ്ട്. ഇതുകൊണ്ടാണ് നമ്മൾ ക്യാപിറ്റലിനെ ലയബിലിറ്റി ഐറ്റം ആയിട്ട് എടുക്കുന്നത്. അപ്പൊ ബിസിനസ് ഈ ക്യാപിറ്റൽ വെച്ചിട്ട് ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യും, അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കും, എന്നിട്ട് അത് അതിൽ നിന്ന് പ്രോഫിറ്റ് ആർക്ക് കൊടുക്കും? അതിൽ നിന്ന് പ്രോഫിറ്റ് ഓണർക്ക് തിരിച്ചു കൊടുക്കും. അതുകൊണ്ടാണ് നമ്മൾ പ്രോഫിറ്റിനെ എവിടെ എടുക്കുന്നത്? ലയബിലിറ്റി സൈഡിൽ എടുക്കുന്നത്. ഓക്കെ, നമ്മുടെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്, ദ ബേസിക് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ആണ് ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ്. ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് പറയുന്നത് എന്താ വെച്ചാൽ സിമ്പിൾ ആയിട്ട് കേൾക്കുക, അധികം ഒന്നും പറയില്ല. അക്കൗണ്ടിങ്ങിൽ നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷനും, എല്ലാ മോണിറ്ററി ട്രാൻസാക്ഷനും രണ്ട് ആസ്പെക്ട്സ് അല്ലെങ്കിൽ ടു ഫോൾഡ് ഇഫക്റ്റ് ഉണ്ടാവും. ഓക്കെ, അതാണ് ഈ കോൺസെപ്റ്റ് പറയുന്നത്. അതായത് ബിസിനസ്സിൽ ഒരു ട്രാൻസാക്ഷൻ നടന്നാൽ അതിന് രണ്ട് എഫക്റ്റ് ഉണ്ടാവും. ഒന്ന് ബെനിഫിറ്റ് റിസീവിങ്ങും ഒന്ന് ബെനിഫിറ്റ് ഗിവിങ്ങും. ഒന്ന് ഡെബിറ്റ് ആസ്പെക്റ്റും ഒന്ന് ക്രെഡിറ്റ് ആസ്പെക്റ്റും. ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഒരു ജേർണൽ എൻട്രി എഴുതണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ലെഡ്ജർ എഴുതണം. ഒരു ട്രാൻസാക്ഷൻ തന്നു കഴിഞ്ഞാൽ ചുരുങ്ങിയത് രണ്ട് അക്കൗണ്ട്, അറ്റ്ലീസ്റ്റ് രണ്ട് അക്കൗണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? പ്രിപ്പയർ ചെയ്യേണ്ടി വരും. ഒരു അക്കൗണ്ട് ഡെബിറ്റും ഒരു അക്കൗണ്ട് ക്രെഡിറ്റും അറ്റ്ലീസ്റ്റ് ചെയ്യേണ്ടി വരും. മൾട്ടിപ്പിൾ ജേർണൽ എൻട്രി മൾട്ടിപ്പിൾ എൻട്രി വരുന്നതാണെങ്കിൽ അതിൽ കൂടുതൽ വേണ്ടി വരും. പക്ഷെ എല്ലാ ട്രാൻസാക്ഷനും നിങ്ങൾ ആലോചിക്കുക, ഒരു ട്രാൻസാക്ഷൻ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ അതിന് നിങ്ങൾ തീർച്ചയായിട്ടും എത്ര അക്കൗണ്ട് വരയ്ക്കണം? എത്ര അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടി വരും? രണ്ട് അക്കൗണ്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യേണ്ടി വരും. ഒന്ന് ക്രെഡിറ്റിനും ഡെബിറ്റിനും, ഒന്ന് ഡെബിറ്റിനും വേണ്ടി. ഓക്കെ, അപ്പൊ ഇതിന് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നോക്കൂ, പർച്ചേസ്ഡ് മെഷീൻ ഫോർ ക്യാഷ്. ഇതാണ് നമ്മൾ നേരത്തെ ഒരു ഫസ്റ്റ് ട്രിക്ക് പഠിച്ചു, ടു ഐഡന്റിഫൈ ദ ട്രാൻസാക്ഷൻ ആൻഡ് ക്ലാസിഫൈ ഇറ്റ് ഇൻ ടു കാറ്റഗറീസ്. അസറ്റും ലയബിലിറ്റിയും ക്യാപിറ്റലും എക്സ്പെൻസും റവന്യൂ ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള ഫസ്റ്റ് ട്രിക്ക് പഠിച്ചു. ഇതാണ് സെക്കൻഡ് ട്രിക്ക്. നിങ്ങൾക്ക് ഒരു ട്രാൻസാക്ഷൻ തന്നു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ അത് അസറ്റോ ലയബിലിറ്റിയോ ക്യാപിറ്റലോ ആക്കി നിങ്ങൾ എന്ത് ചെയ്തു? ക്ലാസിഫൈ ചെയ്തു. അത് ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പാണ് ഈ ഡ്യുവൽ ആസ്പെക്ട് കണ്ടുപിടിക്കണം. രണ്ട് ആസ്പെക്ട് എന്താണ് ആ ട്രാൻസാക്ഷന്റെ എന്നുള്ളത് കണ്ടുപിടിക്കാം. ഇപ്പോ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. പർച്ചേസ്ഡ് മെഷീൻ ഫോർ ക്യാഷ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ഒരു ഓർഗനൈസേഷൻ ഒരു മെഷീൻ വാങ്ങി പൈസ കൊടുത്തിട്ട് ഇവിടെ ഉള്ള രണ്ട് എഫക്ട് അല്ലെങ്കിൽ എഫക്റ്റ് ആവുന്ന രണ്ട് അക്കൗണ്ട് ഏതൊക്കെയാന്ന് നോക്കാം. ഒന്ന്, നമ്മുടെ ബിസിനസിന്റെ അസറ്റ് എന്താവും? കൂടും. നമ്മളെ ബിസിനസ്സിലേക്ക് എന്ത് വരുന്നു? പർച്ചേസ് ചെയ്താണ്. അപ്പൊ മെഷീനറി വരുന്നു. മെഷീനറി വരുമ്പോൾ എന്താണ് സംഭവിക്കുക? ഫസ്റ്റ് ആസ്പെക്ട് ഇതാണ്, അസറ്റ് ഇൻക്രീസ് ആവും. ഫസ്റ്റ് ആസ്പെക്ട് ആണ്. സെക്കൻഡ് ആസ്പെക്ട് ആണ്, നമ്മൾ ഈ അസറ്റ് വാങ്ങുന്നത് പൈസ കൊടുത്തിട്ടാണ്. അപ്പൊ നമ്മുടെ കയ്യിലുള്ള ക്യാഷ് എന്താവും? കുറയും. ക്യാഷ് ഡിക്രീസ്. ഈ രണ്ട് ആസ്പെക്ട്, ഇതാണ് സെക്കൻഡ് ട്രിക്ക്. സെക്കൻഡ് ട്രിക്ക് എന്ന് പറഞ്ഞാൽ ഈ ആസ്പെക്ട്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളതാണ്. ഓക്കെ, ഇനി ഇതേപോലെ ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് എന്ന് പറഞ്ഞാൽ എല്ലാ ജേർണൽ എൻട്രിയിലും നിങ്ങൾക്ക് ചോദിക്കുന്ന ഫസ്റ്റ് എൻട്രി ചിലപ്പോൾ ട്രാൻസാക്ഷൻ ചിലപ്പോൾ ഇത് തന്നെ ആയിരിക്കും. ബിസിനസ്സുകാരൻ അല്ലെങ്കിൽ ബിസിനസ് ഓണർ ബിസിനസ്സിലേക്ക് എന്തിട്ടു? ക്യാഷ് കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവരുമ്പോഴുള്ള രണ്ട് ആസ്പെക്ട് എന്തൊക്കെയാന്ന് നോക്കാം. ഒന്ന്, ബിസിനസിന്റെ എന്ത് കൂടും? ക്യാഷ് കൂടും. ബിസിനസിന്റെ കയ്യിലുള്ള ക്യാഷ് എന്താവും? കൂടും. ക്യാഷ്, ബിസിനസിന്റെ കയ്യിലുള്ള ക്യാഷ് കൂടും. ക്യാഷ് എന്ന് പറഞ്ഞ അസറ്റ്, അതെന്ത് ചെയ്യും? അത് കൂടും. രണ്ടെന്താണ്? ബിസിനസിന്റെ ക്യാപിറ്റലും ഇൻക്രീസ് ആവും. ക്യാഷും കൂടും, ബിസിനസിന്റെ അകത്ത് ക്യാപിറ്റൽ, അതായത് ഓണേഴ്സ് പാർട്ട് ഓഫ് ബിസിനസ് എന്താവും? ഇത് രണ്ട് ആസ്പെക്ട്. ഇങ്ങനെ നിങ്ങൾക്ക് തരുന്ന എല്ലാ ട്രാൻസാക്ഷന്റെയും എന്ത് ചെയ്യണം? നിങ്ങൾ രണ്ട് ആസ്പെക്ട് കണ്ടുപിടിക്കും. ആ ആസ്പെക്ട് നിങ്ങൾ കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു ജേർണൽ എൻട്രി നിങ്ങൾക്ക് ഉണ്ടാവില്ല, മിസ്റ്റേക്ക് ആവില്ല. ഇത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പിലാണ് നമ്മൾ ഇതിന്റെ ബേസിക് റൂൾ അല്ലെങ്കിൽ സിമ്പിൾ, ഇത് രണ്ടും നിങ്ങൾക്ക് ഈ രണ്ട് ട്രിക്കും നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ തേർഡ് ട്രിക്കിൽ നിങ്ങൾക്ക് ഏത് എൻട്രീന്റെ വേണമെങ്കിലും ജേർണലും ലെക്ചറും നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അല്ലെ, നമ്മൾ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ചെയ്യണമെങ്കിൽ ഈ റൂൾസ് നമ്മൾ അപ്ലൈ ചെയ്യും. അപ്പൊ റൂൾസ് അപ്ലൈ ചെയ്യാൻ നമ്മൾ നേരത്തെ പഠിച്ച 5 കാറ്റഗറിക്കും റൂൾസ് ഉണ്ട്. ഓക്കെ, ആ റൂൾസ് കൺഫ്യൂസിങ് ഇല്ലാണ്ട് അപ്ലൈ ചെയ്യാനും കൂടി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ട്. എന്താണ് റൂൾസ്? ഫസ്റ്റ് നമുക്ക് അസറ്റ് കാറ്റഗറി.
അസറ്റ് കാറ്റഗറി നോക്കുമ്പോൾ റൂൾ അസറ്റ് എന്താ നമ്മൾ പറഞ്ഞു, നമ്മുടെ ബിസിനസിന്റെ അകത്ത് വാല്യുബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടിയോ ക്യാഷോ ഇതൊക്കെയാണ് നമ്മൾ അസറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോ അസറ്റിന്റെ റൂൾ എന്താന്ന് വെച്ചാല് if the transaction results in increase of asset debit, അതായത് ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നത് കൊണ്ട് നമ്മുടെ അസറ്റ് എന്താവുന്നുണ്ട്, കൂടുന്നുണ്ടെങ്കിൽ അതിന് എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ട്രാൻസാക്ഷൻ നടക്കുന്നതുകൊണ്ട് നമ്മുടെ അസറ്റ് കൂടുന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ഇനി അസറ്റ് കുറയുകയാണെങ്കിലോ അസറ്റിന് എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. അസറ്റ് ഏത് പേരിലുള്ള അസറ്റ് ആണോ തന്നത് അതിനെ. അപ്പൊ ഇത് എങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഫോർ എക്സാമ്പിൾ, പർച്ചേസ് ഓഫ് ഫർണിച്ചർ ഫോർ ക്യാഷ്. പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ്. ഫർണിച്ചർ നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങി. അപ്പൊ ആദ്യം നമ്മൾ പഠിച്ച സ്റ്റെപ്പ് ആലോചിക്കാം. മുമ്പത്തെ വീഡിയോസ് കാണാത്ത ആൾക്കാർ ഒന്ന് റെഫർ ചെയ്യാം, മുമ്പത്തെ പാർട്ട് ഒന്ന് റെഫർ ചെയ്യാം. അപ്പൊ ആദ്യത്തെ നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡന്റിഫൈ ദ ട്രാൻസാക്ഷൻ ആൻഡ് കാറ്റഗറൈസ്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന ട്രാൻസാക്ഷൻ ഫർണിച്ചറിനെ കുറിച്ചാണ്. ഫർണിച്ചർ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങി. അപ്പൊ ഇവിടെ ഇൻവോൾവ് ആയിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അസറ്റ് ആണ്. ഫർണിച്ചറും അസറ്റ് ആണ്, ക്യാഷും അസറ്റ് ആണ്. അപ്പൊ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു, രണ്ടും അസറ്റ് ആണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഇനി നമുക്ക് ഇതിന്റെ രണ്ട് ആസ്പെക്ട്സ് ഐഡന്റിഫൈ ചെയ്യണം. നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് പഠിച്ചിട്ടുണ്ട്, ഡ്യുവൽ ആസ്പെക്ട് ഉണ്ടാവും എല്ലാ ട്രാൻസാക്ഷനും. ഇവിടെയുള്ള ഡ്യുവൽ ആസ്പെക്ട്സ് എന്തൊക്കെയാണ് ഐഡന്റിഫൈ ചെയ്യാം. എന്തൊക്കെയാണ് ആസ്പെക്ട്? ഫസ്റ്റ് ആസ്പെക്ട് ആണ് എന്ത്, അസറ്റ് ഇൻക്രീസസ്. ഫർണിച്ചർ വാങ്ങുമ്പോൾ എന്താവും, നമ്മുടെ അസറ്റ്, ഫർണിച്ചർ എന്ന് പറഞ്ഞ ഒരു അസറ്റ് ആണ്, അത് നമ്മുടെ ബിസിനസ്സിലേക്ക് വരും. അപ്പൊ നമ്മുടെ അസറ്റ് എന്താവും, കൂടും. അപ്പൊ നമ്മുടെ അസറ്റ് എന്താവും, നമ്മുടെ അസറ്റ് ഇൻക്രീസ് ചെയ്യും. അപ്പൊ ഈ ഫർണിച്ചർ നമ്മൾ വെറുതെ വാങ്ങുന്നതാണോ? അല്ല, നമ്മൾ ഫർണിച്ചർ വെറുതെ വാങ്ങിയതല്ല, ക്യാഷ് കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് വാങ്ങുന്നത്, ഫർണിച്ചർ വാങ്ങുന്നത്. അപ്പൊ സെക്കൻഡ് ആസ്പെക്ട് ആണ് എന്ത്, ക്യാഷ് കുറയും. ഫർണിച്ചർ കൂടും, ക്യാഷ് കുറയും. അപ്പൊ നിങ്ങൾ നോക്കുക, ആസ്പെക്ട് നോക്കുക, അസറ്റ് ഇൻക്രീസസ്. അസറ്റ് ഇൻക്രീസസ്. അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇത് രണ്ടും അസറ്റ് ആണ്. അപ്പൊ അസറ്റിന്റെ റൂൾ അപ്ലൈ ചെയ്യാം. എന്താണ് അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ റൂൾ എന്താണ്, ഇഫ് ട്രാൻസാക്ഷൻ റിസൾട്ട്സ് ഇൻ ഇൻക്രീസ് ഓഫ് അസറ്റ് ഡെബിറ്റ്. അപ്പൊ അസറ്റിനെ നമുക്ക് എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ഇവിടെ എന്താണ് അടുത്ത എന്താണ്, ക്യാഷ് ഡിക്രീസസ്. ക്യാഷ് എന്ന് പറഞ്ഞാലും എന്താണ്, അസറ്റ് ആണ്. അപ്പൊ എന്താണ്, ട്രാൻസാക്ഷൻ റിസൾട്ട് ഇൻ ഡിക്രീസ് ഓഫ് അസറ്റ് ക്രെഡിറ്റ്. അപ്പൊ ക്യാഷ് കുറയുമ്പോൾ അതിനെ എന്ത് ചെയ്യണം, നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ എങ്ങനെ വരും നമ്മുടെ എൻട്രി, ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. ക്യാഷ് ഓർ ബാങ്ക്, ഇങ്ങനെയാണ് ട്രാൻസാക്ഷൻ. അപ്പൊ ഇത് നമ്മൾ ആ പറഞ്ഞ 3 സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യണം. നിങ്ങൾക്ക് എവിടെയും തെറ്റില്ല. നിങ്ങൾ ഈ ആസ്പെക്ട് ഐഡന്റിഫൈ ചെയ്യണം, ഈ റൂള് അപ്ലൈ ചെയ്യണം. ഓക്കെ, അടുത്ത ഐറ്റം നോക്കാം. അടുത്ത ഐറ്റം എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിന് എന്ത് ചെലവ് വരുന്നുണ്ട്, നമുക്ക് റവന്യൂ ഉണ്ടാക്കാൻ വേണ്ടി എന്ത് ചെലവ് വരുന്നുണ്ടോ അതിനൊക്കെ നമുക്ക് എന്ത് പറയാം, എക്സ്പെൻസ് എന്ന് പറയാം. എക്സ്പെൻസിന്റെ റൂള് എന്താണ്, വലിയ ടഫ് ഒന്നുമില്ല. എക്സ്പെൻസിന്റെ റൂള് എന്താണ്, സെയിം റൂളാണ് എക്സ്പെൻസിന്. എന്താണ്, if the transaction results in increase of expenses, debit. എക്സ്പെൻസ് കൂടുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ഡെബിറ്റ് ചെയ്യുക. എക്സ്പെൻസ് കുറയുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യുക. ശ്രദ്ധിച്ച് കേൾക്കണേ, ഓരോന്നും ക്ലിയർ ആയിട്ട് കേൾക്കണം. എക്സ്പെൻസ് കൂടുകയാണെങ്കിൽ ഡെബിറ്റ് ചെയ്യുക, എക്സ്പെൻസ് കുറയുകയാണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുക. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. പെയ്ഡ് സാലറി. എന്ത് ചെയ്തു, സാലറി കൊടുത്തു. സാലറി എന്ന് പറഞ്ഞാൽ നമുക്കുള്ള ഒരു ചെലവാണ്. കാരണം വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ കൊടുക്കുന്ന പൈസയാണ് സാലറി എന്ന് പറയുന്നത്. അപ്പൊ നമുക്കത് എന്താണ്, ചെലവാണ്, അല്ലെങ്കിൽ എക്സ്പെൻസ് ആണ്. അപ്പൊ ഇതിന്റെ രണ്ട് ആസ്പെക്ട് നമ്മൾ കണ്ടുപിടിക്കണം. ഒന്ന്, സാലറി എന്ന് പറയുന്ന എക്സ്പെൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നു. എക്സ്പെൻസ് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ എക്സ്പെൻസ് എന്ത് ചെയ്യുന്നു, കൂടുന്നു. നമ്മുടെ എക്സ്പെൻസ് കൂടുന്നു. അപ്പൊ എക്സ്പെൻസ് കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എക്സ്പെൻസ് ഇൻക്രീസസ്. അതാണ് ഒരു ആസ്പെക്ട്. രണ്ടാമത്തെ ആസ്പെക്ട് എന്താണ്, നമ്മുടെ ക്യാഷ് എക്സ്പെൻസ്, അതായത് സാലറി കൊടുക്കുമ്പോൾ നമ്മുടെ ക്യാഷ് എന്താവും, നമ്മുടെ കയ്യിലുള്ള ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കുറയും. ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കുറയും. അങ്ങനെ കുറയുമ്പോൾ ഇനി നമ്മൾ ഇത് നോക്കാം. ഇവിടെ നമ്മളെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ഒന്ന് അസറ്റിനെ എഫക്ട് ചെയ്യുന്നതാണ്, ഒന്ന് എക്സ്പെൻസിനെ എഫക്ട് ചെയ്യുന്നത്. അപ്പൊ രണ്ടിലും എഫക്ട് ചെയ്യുന്ന, ഒന്ന് അസറ്റിനെ എഫക്ട് ചെയ്യും, ഒന്ന് എക്സ്പെൻസിനെ എഫക്ട് ചെയ്യും. അപ്പൊ എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മളോട് എന്താ ചെയ്യുന്നത്, ഇഫ് ദ ട്രാൻസാക്ഷൻ റിസൾട്ട്സ് ഇൻ ഇൻക്രീസ് ഓഫ് എക്സ്പെൻസ്, നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ഇനി ഇഫ് ദ ട്രാൻസാക്ഷൻ റിസൾട്ട്സ് ഇൻ ഡിക്രീസ് ഓഫ് അസറ്റ്, ക്യാഷ് എന്ന് പറഞ്ഞ അസറ്റ് ആണ്, ആ അസറ്റ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിന് എന്ത് ചെയ്യണം, ക്രെഡിറ്റ്. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ ലയബിലിറ്റി. ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തുള്ള ബിസിനസിന്റെ പുറത്തുള്ള ആൾക്കാർക്ക് കൊടുക്കാനുള്ള ഒബ്ലിഗേഷൻസിനെയാണ് നമ്മൾ ലയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൈഡിൽ വരുന്നത്, അതായത് എക്സ്പെൻസും അസറ്റ്സും ഒരു ഐറ്റം കൂടി വരും, ഡ്രോയിങ്സും. ഡ്രോയിങ്സ് വരുമ്പോഴും സെയിം എൻട്രി ആണ്. കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യുക, കുറയുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുക. ഓർത്ത് വെക്കുക, കൂടുമ്പോൾ
അസറ്റ്സ്, എക്സ്പെൻസ് ആൻഡ് ഡ്രോയിങ്സ്. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ ബിസിനസ് ഓണേഴ്സ് പൈസ തിരിച്ചെടുക്കുന്നുണ്ടെങ്കിൽ ഇതിന് എന്ത് ചെയ്യുക? കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യുക, കുറയുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുക. ഇതിനൊരു സിമ്പിൾ ടെക്നിക്ക് ഞാൻ ഇത് അടുത്ത സ്ലൈഡിൽ പറഞ്ഞു തരാം. ഇതൊന്ന് കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയുള്ളൂ. ഇത് സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ സിമ്പിൾ മെത്തേഡ് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇനി ലയബിലിറ്റി ആകുമ്പോൾ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. ലയബിലിറ്റി ഇഫ് ദ ട്രാൻസാക്ഷൻ റിസൾട്ട്സ് ഇൻ ഇൻക്രീസ് ഓഫ് ലയബിലിറ്റി. ലയബിലിറ്റി കൂടുകയാണ് എങ്കിൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഇനി ലയബിലിറ്റി കുറയുകയാണെങ്കിലോ ഡെബിറ്റും ചെയ്യണം. ലയബിലിറ്റി കുറയുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഡെബിറ്റും ചെയ്യണം. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. പർച്ചേസ് ഓഫ് ഫർണിച്ചർ ഫോർ ക്രെഡിറ്റ്. നേരത്തെ പൈസ കൊടുത്തായിരുന്നു ഫർണിച്ചർ വാങ്ങി. ഇപ്പൊ പൈസ കൊടുത്തല്ല വാങ്ങി, പകരം എങ്ങനെയാ വാങ്ങിച്ചത്? കടത്തിനാണ് വാങ്ങിച്ചത്. അപ്പൊ കടത്തിന് ഫർണിച്ചർ വാങ്ങുമ്പോൾ എന്തൊക്കെ ആസ്പെക്ട് ഉണ്ടാവും? ഫസ്റ്റ് ആസ്പെക്ട് കോമൺ ആണ്. കടത്തിനായാലും കാശ് കൊടുത്തിട്ടായാലും ഫർണിച്ചർ വാങ്ങുന്നത് അസറ്റ് ഉണ്ടാവും, അസറ്റ് ഇൻക്രീസ് ചെയ്യും. അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നുള്ള ഉറപ്പാണ്. പിന്നെ നമ്മൾ ക്യാഷ് കൊടുക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ ക്യാഷ് കുറയോ? ക്യാഷ് കുറയില്ല. പകരം എന്ത് സംഭവിക്കും? ലയബിലിറ്റി ഇൻക്രീസ് ആവും. ഏത് ലയബിലിറ്റി? നമ്മളിപ്പോ ആരുടെ കൈമെന്നാണോ പൈസ കടത്തിന് സാധനം വാങ്ങുന്നത്, ആ ലയബിലിറ്റി, കടത്തിന് ഫർണിച്ചർ വാങ്ങിച്ചത്, ആ ലയബിലിറ്റി എന്താവും? അപ്പൊ ലയബിലിറ്റി കൂടും. അപ്പൊ ഈ ട്രാൻസാക്ഷൻ രണ്ട് കാറ്റഗറി അല്ലെങ്കിൽ രണ്ട് അക്കൗണ്ട്സിനല്ല, അസറ്റ് അക്കൗണ്ട് ലയബിലിറ്റി രണ്ട് കാറ്റഗറിനാണ് എഫക്ട് ചെയ്യുന്നത്. അസറ്റ് കൂടുകയും ചെയ്യുന്നുണ്ട്, അറ്റ് ദ സെയിം ടൈം ലയബിലിറ്റി എന്താണ്? കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ നോക്കുക, അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ നമ്മൾ പഠിച്ചേ? ഇഫ് ദ ട്രാൻസാക്ഷൻ റിസൾട്ട്സ് ഇൻ ഇൻക്രീസ് ഓഫ് അസറ്റ്, ഡെബിറ്റ്. അസറ്റിന്റെ പേരിൽ എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യുക. അടുത്തത് ലയബിലിറ്റി ഇൻക്രീസസ്. ഇഫ് ദ ട്രാൻസാക്ഷൻ റിസൾട്ട്സ് ഇൻ ഇൻക്രീസ് ഓഫ് ലയബിലിറ്റി, ലയബിലിറ്റി കൂടുകയാണെങ്കിൽ എന്ത് ചെയ്യുക? അതിനെ ക്രെഡിറ്റ് ചെയ്യുക. ഇവിടെ ക്രെഡിറ്റേഴ്സിന് എഴുതി വെക്കരുത്. നിങ്ങൾക്ക് രാമോ, ഷാമോ, രാജുവോ, ഷീലയോ എന്തെങ്കിലും തന്നിട്ടുണ്ടാവും ക്വസ്റ്റ്യനിൽ, ആ നെയിം ആണ് ഇവിടെ ക്രെഡിറ്ററിന് പകരം. ക്ലിയർ? അടുത്താണ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഓണേഴ്സ് ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന ക്യാഷ് ആണ് എന്തെന്ന് പറയുന്നത് ക്യാപിറ്റൽ. നമ്മൾ നേരത്തെ പഠിച്ചു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി പ്രിൻസിപ്പിൾ ഉണ്ട്. നേരത്തെ വീഡിയോസ് നമ്മൾ കണ്ടു, പാർട്ട് 1 വീഡിയോ നമ്മൾ കണ്ടു. അപ്പോ അതുള്ളത് കൊണ്ട് തന്നെ ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ നമ്മൾ എൻട്രി ചെയ്തു. ഈ ഒരു എൻട്രി എല്ലാ ക്വസ്റ്റ്യനും കോമൺ ആയിട്ടുണ്ടാവും. ഏത് ജേർണൽ എൻട്രി നിങ്ങളോട് ചോദിച്ചാലും സ്റ്റാർട്ടിംഗ് എൻട്രി, ഈ ഒരു എൻട്രി 95% ഓഫ് ദ ടൈം കോമൺ ആയിട്ട് എന്ത് ചെയ്യും? ഉണ്ടാവും. അപ്പൊ ഇതിനെ എങ്ങനെയാ ചെയ്യാന്ന് വെച്ചാൽ സെയിം നേരത്തെ ചെയ്ത പോലെ തന്നെ, ഇഫ് ദ ട്രാൻസാക്ഷൻ റിസൾട്ട്സ് ഇൻ ഇൻക്രീസ് ഓഫ് ക്യാപിറ്റൽ, ക്രെഡിറ്റ്. ഡിക്രീസ് ഓഫ് ക്യാപിറ്റൽ ആണെങ്കിൽ എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യുക. നമുക്കൊരു ട്രാൻസാക്ഷൻ നോക്കാം. ബിസിനസ് സ്റ്റാർട്ടഡ് വിത്ത് ക്യാഷ്. ബിസിനസ്സിലേക്ക് എന്ത് ചെയ്തു? ഓണർ ക്യാഷ് കൊണ്ടുവന്നു. ബിസിനസ്സിലേക്ക് ഓണർ എന്ത് ചെയ്തു? ക്യാഷ് കൊണ്ടുവന്നു. ഇങ്ങനെ ക്യാഷ് കൊണ്ടുവരികയാണെങ്കിൽ അവിടെ എഫക്ട് ചെയ്യുന്ന ആസ്പെക്ട്സ് എന്തൊക്കെയാണ് ശ്രദ്ധിക്കുക. അപ്പൊ നേരത്തെ ലയബിലിറ്റീസ് ഇതൊക്കെ മാർക്ക് ഇനി ഇവിടെ ആസ്പെക്ട്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് ആസ്പെക്ട് ആണ് എന്ത്? ക്യാഷ് കൂടും. ബിസിനസിന്റെ ഓണർ ക്യാഷ് കൊണ്ടുവരുമ്പോൾ ബിസിനസിന്റെ കയ്യിലുള്ള ക്യാഷ് എന്താവും? കയ്യിലുള്ള ക്യാഷ് കൂടും. ക്യാഷ് ഇൻക്രീസസ്. ക്യാഷ് എന്ന് പറഞ്ഞ അസറ്റ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. രണ്ടാമത്തെ ആസ്പെക്ട് എന്താണ്? ലയബിലിറ്റി ഇൻക്രീസസ്. ലയബിലിറ്റി എന്താവും? അതായത് ബിസിനസ്സിന് ഈ ഇവർ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കാനുള്ള ബാധ്യത ഉണ്ട്. നമ്മൾ പഠിച്ചിരുന്നു ക്യാപിറ്റൽ ഈസ് ദ ലയബിലിറ്റി ഓഫ് ബിസിനസ് ടുവേർഡ്സ് ദ ഓണർ. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത് നോക്കൂ. ഒന്ന്, ലയബിലിറ്റി എന്ന് പറയുന്ന ക്യാപിറ്റൽ എന്ന് പറയുന്ന ലയബിലിറ്റി ഇൻക്രീസ് ആയി. രണ്ട്, നമ്മുടെ കയ്യിലുള്ള ക്യാഷും ഇൻക്രീസ് ആയി. അപ്പൊ നമ്മുടെ എൻട്രി എന്തായിരിക്കും? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റലും കൂടി, ക്യാപിറ്റലും ഇൻക്രീസ് ആയി. ക്യാപിറ്റൽ ഇൻക്രീസ് ആകുമ്പോൾ നമ്മളോട് എന്താ ചെയ്യാൻ പറഞ്ഞേ? ക്രെഡിറ്റ് ചെയ്യാൻ പറഞ്ഞു. നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ക്രെഡിറ്റ് സൈഡിൽ എഴുതി. ക്യാഷ് ഇൻക്രീസസ്. ക്യാഷ് കൂടി. ക്യാഷ് എന്ന് പറഞ്ഞാൽ അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മളോട് എന്താ ചെയ്യാൻ പറഞ്ഞേ? ഇൻക്രീസ് ഇൻ അസറ്റ് ഷുഡ് ബി ഡെബിറ്റഡ് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അതിനെ ക്യാഷ് അക്കൗണ്ട് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാനുള്ളത് റവന്യൂ ആണ്. അപ്പൊ റവന്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? റവന്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ അസറ്റ്സ് സെയില് ചെയ്തിട്ട് കിട്ടുന്ന എമൗണ്ടിനെയാണ് നമ്മൾ റവന്യൂ എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? കോൺസെപ്റ്റ് ക്ലിയർ ആണ്? അങ്ങനെയാണെങ്കിൽ റവന്യൂവിന്റെ അഡ്ജസ്റ്റ്മെന്റ്സ് എങ്ങനെയാണ്? ഓക്കെ, ലയബിലിറ്റിയും ക്യാപിറ്റലും എങ്ങനെയാണോ നമ്മളിവിടെ റൂൾ അപ്ലൈ ചെയ്ത് സെയിം റൂൾ ആണ് എന്തിനു വരിക? റവന്യൂക്കും വരിക. എന്താണ് റവന്യൂയുടെ റൂൾ എന്ന് വെച്ചാല് ഇൻക്രീസ് ഇൻ റവന്യൂ ക്രെഡിറ്റ് ചെയ്യാം.
അതായത് ഏതെങ്കിലും ട്രാൻസാക്ഷൻ വായിച്ച് നമുക്ക് റവന്യൂ കൂടുന്നു എന്ന് തോന്നിയാൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. എപ്പാ നമ്മൾക്ക് റവന്യൂ കൂടുക? നോർമലി നമ്മൾ സെയിൽസ് നടത്തി എന്നുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിൽ അവിടെ റവന്യൂ എന്താവും? കൂടും. അപ്പൊ അതിന് എന്ത് ചെയ്യണം? അപ്പൊ സെയിൽസിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം കൂടുമ്പോൾ. ഇനി ഡിക്രീസ് ഇൻ റവന്യൂ ആണെങ്കിൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യും. ഡിക്രീസ് ഇൻ റവന്യൂ എന്ത് ചെയ്യണം? ഡെബിറ്റ്. ക്ലിയർ? അപ്പോ ചിലപ്പോൾ ഗുഡ്സ് റിട്ടേൺ വരാം, അല്ലെങ്കിൽ ഡിസ്കൗണ്ടിന് കൊടുത്തിട്ടുണ്ടാവാം. ഓക്കെ, അങ്ങനത്തെ കേസസിലൊക്കെ എന്ത് ചെയ്യണം? ഡെബിറ്റ്. ഇനി നമുക്ക് ട്രാൻസാക്ഷൻ നോക്കാം. സോൾഡ് ഗുഡ്സ് വിറ്റു, ക്യാഷിനാണ് ഗുഡ്സ് വിറ്റത് എന്നുള്ളൊരു എക്സാമ്പിൾ എടുക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ എഫക്ട് ചെയ്യുന്ന രണ്ട് ആസ്പെക്ട്സ് എന്തൊക്കെയാണ്? രണ്ട് ആസ്പെക്ട്സ് ഉണ്ട്. നമ്മൾ ഡെബിറ്റ് ആസ്പെക്ടും ക്രെഡിറ്റ് ആസ്പെക്ടും ഉണ്ടാവും. ഒരു അക്കൗണ്ട് വരയ്ക്കുമ്പോൾ, ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അവിടെ രണ്ട് അക്കൗണ്ട് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് അക്കൗണ്ട് ഏതൊക്കെയാണ്? അപ്പൊ ഗുഡ്സ് നമ്മൾ സെല് ചെയ്യുകയാണെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് അവിടെ നടക്കുക. എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ? ഒന്ന്, നമ്മുടെ റവന്യൂ ഇൻക്രീസ് ആവും, അതായത് സെയിൽസ് ഇൻക്രീസ് ആവും. രണ്ട്, നമ്മുടെ ക്യാഷ് ഇൻക്രീസ് ആവും. അല്ലെ, ഗുഡ്സ് വിൽക്കുമ്പോൾ ഗുഡ്സ് നമ്മുടെ ഗോഡൌണിന്ന് പുറത്തേക്കും പോകും. അതായത് ഗുഡ്സ് പോകുമ്പോൾ നമ്മുടെ സെയിൽസ് കൂടും, നമ്മൾ സ്റ്റോക്ക് കുറയുന്നുള്ള ഒരു കാര്യമാണ്. അസറ്റ് കുറയുകയും ചെയ്യുന്നുണ്ട്, ആ ആംഗിളിൽ നോക്കേണ്ട. റവന്യൂ കൂടുന്നുള്ള ഒരു ആംഗിളിൽ നോക്കുക. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ആസ്പെക്ട് ഇതാണ്, ക്യാഷ് ഇൻക്രീസസ്. ക്യാഷ് എന്ന് പറഞ്ഞ അസറ്റ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. കാരണം ഗുഡ്സ് വിൽക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ക്യാഷ് കിട്ടും. അടുത്ത ആസ്പെക്ട് എന്താണ്? നമ്മുടെ റവന്യൂ ഇൻക്രീസ് ചെയ്യും, സെയിൽസും കൂടും. ഓക്കെ, ഇനി ഇത് നോക്കാം. ഇതിന്റെ ട്രാൻസാക്ഷൻ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു സെയിൽസ് അക്കൗണ്ട്. ഇതാണ് അതിന്റെ ക്യാഷ് കൂടുകയാണ്, അതിനെക്കൊണ്ട് ക്യാഷിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ആരെ ക്രെഡിറ്റ് ചെയ്യുന്നു? സെയിൽസ് അക്കൗണ്ടും ക്രെഡിറ്റ് ചെയ്യുന്നു. കാരണം സെയിൽസ് റവന്യൂ ആണ്, റവന്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനെ കൊണ്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ആസ്പെക്ട്സ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് ഒരു ജേർണലും നിങ്ങളുടെ ലൈഫിൽ മിസ്റ്റേക്സ് ചെയ്യില്ല. ഒരു ഡെബിറ്റും ക്രെഡിറ്റ് അല്ലെങ്കിൽ ഒരു ലെഡ്ജർ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നിങ്ങൾ മിസ്റ്റേക്കൻ ആയിട്ട് ചെയ്യും. അപ്പൊ ഇത്രയും കാര്യം ഈ സ്ലൈഡിൽ വരുന്ന കാര്യം നിങ്ങൾ ഒരു മനസ്സിൽ ഒരു സ്ക്രീൻഷോട്ട് ആയിട്ട്, കാരണം ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെച്ചുകൊണ്ട് നിങ്ങൾ ബാക്കിയുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റും. ഇനി ഇത് എങ്ങനെയാണ് ഇതിലും എളുപ്പത്തിൽ ഇതിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്ത് എക്സാമിനൊക്കെ നമുക്ക് ഇത് എളുപ്പത്തിൽ ഒരു മെത്തേഡിന്റെ രൂപത്തിൽ നമുക്ക് എഴുതി വെക്കാൻ വേണ്ടി പറ്റും. ആ സിമ്പിൾ മെത്തേഡ് ഞാൻ നിങ്ങളോട് അടുത്ത സ്ലൈഡിൽ ഞാൻ ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമ്മൾ അത്രയും കാര്യങ്ങൾ പഠിച്ചു. അത്രയും പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കത് ക്ലിയർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്ത് തീർക്കാൻ വേണ്ടി. ഇനി ഇത് സിംപ്ലിഫൈഡ് ആയിട്ട്, അപ്പൊ അത്ര വലുതായിട്ട് നമുക്ക് ഓർത്ത് വെക്കാൻ, നിങ്ങൾക്ക് നോട്ട് എടുക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഷോർട്ട് കട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, നമ്മളിവിടെ ആദ്യം നമ്മുടെ എൻട്രീസ് ഒക്കെ നമുക്ക് എഴുതാം. അതായത് അസറ്റ് എന്തായിരുന്നു? ഇൻക്രീസ് ഇൻ അസറ്റ്. ഇൻക്രീസ് ഇൻ അസറ്റ്. അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യുക. അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക. ഡിക്രീസ് എക്സ്പെൻസസ് ആൻഡ് ലോസസ്. ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യുക. ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക. അടുത്തത് ഡ്രോയിങ്സ്. ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? ഇൻക്രീസ് ഇൻ ഡ്രോയിങ്സ്. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാല് ബിസിനസ്സിൽ നിന്ന് ബിസിനസ്മാൻ തിരിച്ചെടുക്കുന്ന പൈസയോ അല്ലെങ്കിൽ എമൗണ്ടോ അല്ലെങ്കിൽ മണി വേർത്ത് ആയിട്ടുള്ള സാധനത്തിലാണ് നമ്മൾ ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഡ്രോയിങ്സ് ചെയ്യുമ്പോൾ ഡ്രോയിങ്സ് കൂടുകയാണെങ്കിൽ, അതായത് ഡ്രോയിങ്സ് ചെയ്യുകയാണെങ്കിൽ ഡ്രോയിങ്സിന് എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യുക. ഇനി ഡ്രോയിങ്സ് കുറയുകയാണെങ്കിൽ അതിന് എന്ത് ചെയ്യുക? ക്രെഡിറ്റ്. അടുത്താണ് ലയബിലിറ്റീസ്. ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ? ലയബിലിറ്റീസ് കൂടുമ്പോൾ എന്ത് ചെയ്യുക? ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിന് എന്ത് ചെയ്യുക? മാറി ക്രെഡിറ്റ് ചെയ്യുക. ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യുക. ക്യാപിറ്റലും ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുക, കൂടുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുക, കുറയുമ്പോൾ എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യുക. റവന്യൂയും കൂടുമ്പോൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുക, ഡിക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യുക. ഇത് മറക്കരുത്. നിങ്ങൾ നോക്കുക, നമ്മളിപ്പോൾ ടി ഷേപ്പ് അക്കൗണ്ടാണ് വരച്ചത്. ഈ കാര്യങ്ങൾ, ഈ ഡെബിറ്റ് ഐറ്റം, ഡെബിറ്റ് കൂടുന്ന ഐറ്റംസ് എല്ലാം ഇവിടെയാണ് വരിക, ക്രെഡിറ്റ് എല്ലാം ഇവിടെയാണ് വരിക. അപ്പൊ നിങ്ങൾ ഇത് മറക്കരുത്. അപ്പൊ ഏതൊക്കെ ഐറ്റംസ് ആണ് നമ്മൾ കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യുകയും കുറയുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുക? ഏതൊക്കെ ഐറ്റമാണ് നമ്മൾ കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യുകയും കുറയുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യാം? അസറ്റ്, എക്സ്പെൻസ്, ഡ്രോയിങ്സ്. കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യും, കുറയുമ്പോൾ ക്രെഡിറ്റ് ചെയ്യും. ലയബിലിറ്റീസോ? കൂടുമ്പോൾ ക്രെഡിറ്റ് ചെയ്യും, കുറയുമ്പോൾ ഡെബിറ്റ് ചെയ്യും. ഇതൊക്കെ ഇങ്ങനെയൊക്കെ മനസ്സിലാക്കി വെക്കാൻ ഭയങ്കര പാടല്ലേ? അപ്പൊ ഞാനൊക്കെ പഠിക്കുമ്പോൾ ഞാനൊക്കെ ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്
ഈ പറയുന്ന ഇനി പറയാൻ പോകുന്ന ഈ ഒരു മെത്തേഡ് DCAEDLCR സംഭവം കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബുക്കിലും അതേപോലെ തന്നെ നിങ്ങളുടെ ആൻസർ ഷീറ്റിലും ഒക്കെ ഓർമ്മ വരാൻ വേണ്ടി നിങ്ങൾക്ക് എഴുതി വെക്കാൻ വേണ്ടി. ഇതൊന്നുമില്ല. ഇവിടെ ഡി എന്ന് പറയുന്നത് ഡെബിറ്റ് ആണ്, സി എന്ന് പറയുന്നത് ക്രെഡിറ്റ് ആണ്, എ എന്ന് പറയുന്നത് അസറ്റ് ആണ്, ഇ എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്, ഡി ഡ്രോയിങ്സ് ആണ്, ലയബിലിറ്റി ആണ്, ക്യാപിറ്റൽ ആണ്, റവന്യൂ. ഇനി ഇവിടെ ഫസ്റ്റ് എസ് ഫോർ അസറ്റ് എക്സാമ്പിൾ പറഞ്ഞു. ഇനി ഇതൊക്കെ കൂടുകയാണെങ്കിൽ ഇഫ് ദിസ് തിങ്സ് ഇൻക്രീസസ് എന്ത് ചെയ്യണം? ഡെബിറ്റ്. ഒക്കെ കൂടുകയാണെങ്കിൽ നമ്മളോട് ഇതൊക്കെ കൂടുന്ന രീതിയിലാണ് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഒക്കെ കുറയുന്ന രീതിയിലാണ് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇതിനെ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ. ഇനി അടുത്തത് സൈഡിൽ വരിക 4 ഐറ്റംസ് ആണ്. അതെന്ത് ചെയ്യണം? കൂടുകയാണെങ്കിൽ എന്ത് ചെയ്യണം? കൂടുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. കുറയുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഡെബിറ്റ്. അത് കുറയുമ്പോ എന്ത് ചെയ്യുക? കുറയുമ്പോ അതിനെ ഡെബിറ്റ്. ഇതാണ് ഇതിന്റെ. അപ്പൊ നമ്മൾ ഇത്രയും നേരം പഠിച്ച കാര്യങ്ങൾ ആലോചിക്കുക. നിങ്ങൾക്ക് ശരിക്കും ഇത് മാത്രം നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ മതി. ഈ കാര്യം മാത്രം നിങ്ങൾക്ക് പറഞ്ഞു തന്നാലും നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലാവും. പക്ഷെ അത് ബൈഹാർട്ട് ചെയ്ത പോലെയാവും. നമ്മൾ ആ കോൺസെപ്റ്റ് പഠിച്ച കാര്യങ്ങളൊക്കെ ആലോചിക്കുക. ആദ്യം തന്നിരിക്കുന്ന ട്രാൻസാക്ഷൻ നമ്മൾ എന്താക്കണം? ആ 5 കാറ്റഗറിയിൽ ഏതെങ്കിലും ഒന്നില് ആക്കണം. അസറ്റ്, എക്സ്പെൻസ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, റവന്യൂ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ ആക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ആസ്പെക്ട്സ് ഐഡന്റിഫൈ ചെയ്യണം. എന്നിട്ട് ഈ റൂള് അപ്ലൈ ചെയ്യണം. ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾ 2 ജേർണൽ ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ക്ലിയർ ആണ്. ക്ലിയർ? ആൻഡ് നിങ്ങൾ തീർച്ചയായിട്ടും അടുത്ത വീഡിയോസ് നിങ്ങൾ കാണുക. കാരണം അടുത്ത വീഡിയോസിൽ നമ്മൾ ജേർണൽ എൻട്രീസിലേക്ക് പോകും. എല്ലാവർക്കും വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത വീഡിയോസ് വരാൻ പോകുന്നത് നിങ്ങളുടെ ജേർണൽ എൻട്രീസും അതേപോലെ തന്നെ ഈ ഡെബിറ്റും ക്രെഡിറ്റും. ഡെബിറ്റിന് DR-ഉം ക്രെഡിറ്റിന് CR-ഉം നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് അത് എന്താണ് വേർഡ്സ് അങ്ങനെ വരാനുള്ള കാരണം നമുക്കത് ക്ലിയർ അല്ല. ഡെബിറ്റ് എങ്ങനെയാണ്? ഡെബിറ്റിന്റെ നമ്മൾ DR ഡിനോട്ട് ചെയ്യുന്നത്, ഡെബിറ്റിന് സ്പെല്ലിങ്ങിന് നമുക്ക് എവിടെയും DR കിട്ടുന്നില്ല. അപ്പൊ ആ ലോജിക് ഒന്ന് നമുക്ക് ക്യാച്ച് ചെയ്യും. അപ്പൊ അതേപോലെ തന്നെ ഫ്യൂച്ചർ വീഡിയോസും കാണാം. അത് അറിയുന്ന ആൾക്കാർ, ഇപ്പൊ ഡെബിറ്റും ക്രെഡിറ്റും എന്താണ് റൂൾ വരുന്നതെന്ന് അറിയുന്ന ആൾക്കാർ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ പാർട്ട് 1ന്റെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ